ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒന്നാമത്തെ വാക്യമാണ്. ഇൻ ദ ബിഗിനിങ് there was word. രണ്ടാമത്, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, word was with God. 3, വചനം ദൈവമായിരുന്നു, the word was God. ഒന്നാമത്തേത് വചനത്തിൻ്റെ ഇറ്റേണിറ്റി, നിത്യത്വം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതൊക്കെ എഴുത്തുകാർ ഏതോ കാലഘട്ടങ്ങളിൽ ഇരുന്ന് എഴുതി കുറിച്ചു വെച്ചതല്ല വിശുദ്ധ ബൈബിൾ. അതിനെക്കുറിച്ച് തിരുവചനത്തിൽ തന്നെ പറയുന്നു, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഇതിന്റെ ഒറിജിനൽ കോപ്പി എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. കാലാകാലങ്ങളിലായി വിവിധ പ്രവാചകന്മാരിലൂടെ ഭാഗം ഭാഗമായും വിവിധങ്ങളായും ദൈവം നമുക്ക് ഈ തിരുവചനം നമ്മുടെ കരങ്ങളിലേക്ക് തന്നതാണ്. ദൈവം തന്ന ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? ദൈവം തന്നതാ, നമ്മുടെ കൈകളിൽ എത്തിച്ചു തന്നതാ. നിത്യമായ ദൈവത്തിന്റെ വചനം. 2, the word was with God. അതിന്റെ അർത്ഥം എന്താ? ബിജിൻ പാസ്റ്റർ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൈക്രോഫോൺ ഉണ്ടെന്ന് പറയുന്നത് പോലെയല്ല. ഇതൊരു വെറും വസ്തുവാണ്, ഒരു ചെറിയ യന്ത്രമാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ പറയുമ്പോൾ 2 ആളത്വങ്ങളാണ്, 2 വ്യക്തികളാണ്, 2 പേഴ്സണാലിറ്റിയാണ്. ഇവിടെ പറയുന്നത് വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറയുന്നത് ദൈവമാകുന്ന ആളത്വത്തോടൊപ്പം വചനമാകുന്ന ആളത്വം ഉണ്ടായിരുന്നു. അത് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന് ആളത്വമുണ്ട് എന്നാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വാർപിടിവിക്കും വരെ തുളച്ചിയെല്ലുന്നതും നിങ്ങളുടെ ഹൃദയങ്ങളിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ജീവനുണ്ട്, ചൈതന്യമുണ്ട്. ഇറ്റ് ഈസ് പെനിട്രേറ്റിംഗ്. നിന്റെ ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളും വിവേചിപ്പാൻ ദൈവവചനത്തിന് കഴിയുമെങ്കിൽ ആ ദൈവവചനത്തിന് എന്തുണ്ട്? ആളത്വമുണ്ട്. 3, the word was God. വചനം ദൈവമായിരുന്നു. That proves the divinity of the word of God. ദൈവവചനത്തിൻ്റെ ആളത്വമാണ് അത് വ്യക്തമാക്കുന്നത്. അപ്പൊ നിത്യമായ ആളത്വമുള്ള ദൈവത്വമുള്ള ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് താഴോട്ട് വായിച്ചു വരുമ്പോൾ 14-ാം വാക്യത്തിൽ പറയുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവ ദൈവകൃപയുടെ ഏറ്റവും വലിയ ആ ഒരു ഡെമോൺസ്ട്രേഷനാണ്, അല്ലെങ്കിൽ ഇൻകാർണേഷനാണ് യേശു എന്ന് പറയുന്നത്. കൃപ നിറഞ്ഞവനായി, കൃപയായി നമ്മുടെ ഇടയിൽ പാർത്തു. അടുത്ത യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവായ ദൈവത്തിങ്കിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാനെ നീ യേശു തമ്മിലുള്ള ബന്ധം എന്താ? സഹോദരിമാരുടെ മക്കളാ, ഫസ്റ്റ് കസിൻസാ, ബാല്യത്തിൽ ഒരുമിച്ച് വളർന്നതാ. കുറെ കഴിഞ്ഞപ്പോൾ യോഹന്നാന്റെ കാഴ്ചപ്പാട് മാറി. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യോഹന്നാൻ യേശുവിനെ സഹോദരനാണ്, സ്വന്തം സഹോദരനാണ്. ഇവിടെ കാണുന്നത് മാനുഷികമായ ബന്ധത്തിലല്ല. ഞങ്ങൾ അവന്റെ തേജസ് പിതാവായ ദൈവത്തിങ്കൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരം പറഞ്ഞുകൊണ്ടാണ് ആ ക്രിസ്തുവിൻ്റെ അടുക്കൽ ഞാനും നിങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് വചനം നമ്മെ ഉപദേശിക്കുന്നത്. ഇനി ലേഖനം തുടങ്ങുന്നത് എങ്ങനെയാ? ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ തൊട്ടു നോക്കിയതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. അടുത്തത്, ജീവൻ പ്രത്യക്ഷമായി ഞങ്ങളുടെ മുൻപിൽ, ആ ജീവനായ ക്രിസ്തു പ്രത്യക്ഷമായി. അടുത്തത്, ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ
നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഈ ഭൂമിയിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനായ യേശുവിനെ കുറിച്ചല്ല, പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യ ജീവനായ ലോകത്തിന്റെ രക്ഷകനായ ആ യേശുവിനെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു.